ഒരു ബിസിനസ്സിൽ സെയിൽസ് ബജറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമുണ്ട്. എല്ലാ മാസവും ആ ബിസിനസ് കൃത്യമായിട്ടും സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ മിനിമം റിക്വയർഡ് സെയിൽ എത്രയാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ബിസിനസ്സിന് എന്താണെങ്കിലും ഒരു വിഷൻ ഉണ്ടായിരിക്കും. ആ വിഷനിലേക്ക് നമ്മൾ ഈ മാസം ടാർഗറ്റ് ചെയ്ത സെയിൽസ് എത്രയാണോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്, നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു മാസമുള്ള ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയുണ്ടോ അത് കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഫണ്ട് റിക്വയർഡ് എത്രയുണ്ടോ ഇത്രയും എമൗണ്ട് ടോട്ടൽ ചെയ്താൽ നമുക്ക് മിനിമം ആ മാസം എത്ര സെയിൽ വേണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പുറമെ ഓരോ മാസവും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റഡ് സെയിൽസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കൃത്യമായിട്ടും ആ ബിസിനസ് സെയിൽസ് ബജറ്റ് എല്ലാ മാസവും പ്രിപ്പയർ ചെയ്യണം. ഏതൊരു ബിസിനസ് ആണെങ്കിലും അവരുടെ സെയിൽസ് ബജറ്റിന്റെ പ്രിപ്പറേഷൻ ആദ്യം തുടങ്ങേണ്ടത് ആ ബിസിനസ്സിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. പ്രധാനമായിട്ടും 3 രീതിയിലാണ് സെയിൽസ് ബജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഒന്ന്, ജോഗ്രഫിക്കൽ ബേസിൽ നമുക്ക് സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. പ്രോഡക്റ്റ് ബേസിൽ നമുക്ക് സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ടീം ബേസിൽ വേണമെങ്കിലും സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസിന്റെ നാച്ചുറും ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ബിസിനസ്സിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെയിൽസ് ബജറ്റ് എന്ന് നമ്മൾ തീരുമാനിക്കാൻ. സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ആക്ച്വൽ റിപ്പോർട്ടും ആ മന്തിന്റെ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഓരോ മാസവും കൃത്യമായിട്ടും നമ്മുടെ ബിസിനസിന്റെ നാച്ചുർ അനുസരിച്ച് നമ്മുടെ കമ്പനിയെ നമ്മുടെ ബിസിനസിനെ മനസ്സിലാക്കി നമ്മൾ സെയിൽസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിൽസിനെ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ നല്ല സെയിൽസും നല്ല പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.